ഇതെല്ലാമായി കണ്ട് 75 വയസ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ ഉയർന്ന പൊസിഷനിൽ നിന്ന് മാറണം. അപ്പം നമുക്ക് നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ തുടരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാ സ്ഥാനത്തിരിക്കട്ടെ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? സംസ്ഥാന സെന്ററിന്റെ ഭാഗമായി ഇനി ഉണ്ടാവില്ലല്ലോ? അല്ല, എനിക്ക് അതിനെ സംബന്ധിച്ചിപ്പം കൃത്യമായ ഒരു വ്യക്തത ഇല്ല. പാർട്ടി എന്താണോ തീരുമാനിക്കുന്നതിനനുസരിച്ച് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആണ്, ആ നിലയിൽ സജീവമായി പ്രവർത്തിക്കുകയാണ്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ വേണം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ദീർഘകാലത്തിന് ശേഷം സമിതികളിൽ നിന്ന് മാറുമ്പോൾ ഒരു വൈകാരിക മുഹൂർത്തമാണോ ഇത്? തീർച്ചയായിട്ടും. ഞാൻ കഴിഞ്ഞ ഒരു 50 വർഷത്തിലേറെയായി, ഞാൻ 18ാമത്തെ വയസ്സിൽ അധ്യാപികയായതിനു ശേഷം അന്നു മുതൽക്ക് ഞാൻ 72 ദിവസത്തെ ഡൈസ്നോൺ സമരത്തിലടക്കം പങ്കെടുത്ത ഒരാളാണ്. അന്ന് വളരെ കുറച്ച് അധ്യാപികമാർ മാത്രമേ സമരത്തിലൊക്കെ പങ്കെടുക്കാറുള്ളൂ. പക്ഷെ അന്ന് ആ കാലം മുതൽക്ക് ഞാൻ അധ്യാപക രംഗത്തും, അത് കഴിഞ്ഞ് 1978 KSYF-ലും പിന്നീട് കുറച്ചു കാലം DYFI-ലും 81 മുതൽക്ക് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തനത്തിലും വളരെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഇപ്പോഴത്തെ 2025 ഈ ഫെബ്രുവരി മാസം വരെ, ഈ മാർച്ച് മാസം വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഞാൻ ഏതെങ്കിലും തരത്തിൽ എനിക്ക് പാർട്ടി പ്രവർത്തനമല്ലാത്ത ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. പാർട്ടി പ്രവർത്തനവും ബഹുജന സംഘടനാ പ്രവർത്തനവും യോജിപ്പിച്ച് കൊണ്ടുപോവുകയും ഒപ്പം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുണ്ട്, അതുപോലെ MLA ആയിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്, പാർലമെന്റ് മെമ്പറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഈ സ്ഥാനങ്ങളെല്ലാം വഹിച്ചിട്ടുള്ള എത്ര സ്ത്രീകളുണ്ടെന്ന് എനിക്കറിയില്ല, ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയൊരു വിശ്രമത്തിന് ടീച്ചർ ഉദ്ദേശിക്കുന്നില്ല? പോരാട്ടം തുടരുകയാണ്. വിശ്രമമൊന്നും എനിക്ക് അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ ഏത് തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനവും, പാർട്ടി പ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം, മറ്റു തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനം നടത്താൻ എന്റെ മനസ്സിലുണ്ട്. അത് ഞാൻ ചെയ്യും. പാർട്ടി പ്രവർത്തനത്തിൽ വിഭിന്നമായ സാമൂഹ്യ പ്രവർത്തനം അങ്ങനെയല്ല. പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടി നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ സമയം കിട്ടുമെങ്കിൽ മറ്റ് ചില പ്രവർത്തനങ്ങളും കൂടി നടത്താവുന്നതേ ഉള്ളൂ. മറ്റ് ബഹുജന സംഘടന എന്നുള്ള നിലയിൽ മഹിളാ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റാണ്. ആ വർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല, അത് ചെയ്യും. പിന്നെ കൂട്ടത്തിൽ സമയമുണ്ടെങ്കിൽ ഇപ്പം ആഴ്ച തോറും ഞാൻ ഇപ്പം കഴിഞ്ഞ 40-42 വർഷമായിട്ട് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 500-600 കിലോമീറ്റർ സഞ്ചരിച്ച് ആഴ്ചയിൽ 2 പ്രാവശ്യം ഇവിടെ വരികയല്ലേ. അത് വേണ്ടി വരുമല്ലോ, ആഴ്ചയിൽ അങ്ങനെ സഞ്ചരിക്കേണ്ടി വരില്ല. അപ്പോൾ അതിന് കുറച്ച് സമയം കിട്ടും. ആ സമയം കിട്ടുന്ന സന്ദർഭത്തിൽ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും. ഓൾ ദി ബെസ്റ്റ് ടീച്ചർ. താങ്ക് യു.